നമസ്കാരം. ഡോക്ടർ പ്രമോസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഒരു ദമ്പതികളുണ്ട്. അവരുടെ അനുഭവം നിങ്ങളോട് പങ്കുവയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളോടൊപ്പം ഉള്ളത് റോസ്മേരിയും ജോർജും. റോസ്മേരി, പറയൂ, എന്താണ് വിവരങ്ങൾ? നമസ്കാരം, എൻ്റെ പേര് റോസ്മേരി. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷമായി. ട്രിവാൻഡ്രത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് ബന്ധപ്പെടാനായിട്ട് പറ്റിയിട്ടില്ല. ബാക്കിയെല്ലാം ഓക്കെ ആണ്. പക്ഷെ ബന്ധപ്പെടാൻ പോകുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് പേടിയാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളത് ഞങ്ങളുടെ ഫാമിലീസിനെ അറിയിച്ചു, വീട്ടുകാരെ അറിയിച്ചു. അപ്പോൾ അവരും നല്ല സപ്പോർട്ടായിരുന്നു. അവർ ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കാമെന്ന് പറഞ്ഞു. ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചു. പക്ഷെ അവിടെ പോയിട്ട് എക്സാമിൻ ചെയ്യാൻ നോക്കിയപ്പോൾ ഞാൻ വിടുന്നില്ല അവരെ. എനിക്ക് ഭയങ്കരമായിട്ട് പേടിയായിട്ട് ഭയങ്കര ഒച്ചപ്പാടൊക്കെ ആക്കിയിട്ട് അവരെ എക്സാമിൻ ചെയ്യാൻ ഞാൻ സമ്മതിച്ചില്ല. അപ്പോൾ അതിന് ശേഷം വീണ്ടും മാറി വേറെ ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചു. അവിടെ പോയിട്ടും ഇതേ സെയിം എക്സ്പീരിയൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അവർ പറഞ്ഞു ഇത് ശരിയാവില്ല തന്നെ അവർ പറഞ്ഞത്. ഇത് എന്താ ഇങ്ങനെ, ആർക്കും പേടിയൊന്നും ഇല്ലല്ലോ, എല്ലാവരും ചെയ്യുന്നതല്ലേ, എന്തിനാ പേടിക്കേണ്ട ആവശ്യം എന്നെല്ലാം പറഞ്ഞ് അവർ കുറേ ഉപദേശിച്ചു. എന്നിട്ട് നോക്കിയിട്ടൊന്നും പറ്റിയില്ല. പിന്നീട് ഗൈനക്കോളജിസ്റ്റ് തന്നെ പറഞ്ഞു നമുക്ക് ഹൈമൻ റിമൂവ് ചെയ്ത് നോക്കാം, അത് ചെയ്തിട്ട് കുറച്ചും കൂടെ ഹോള് കുറച്ച് വലുതാക്കി നോക്കാം, അപ്പോൾ കുറച്ചും കൂടെ ഈസി ആയിട്ട് പോകാൻ പറ്റും. പെയിനാണ് കുട്ടിയുടെ പേടിയെങ്കിൽ അത് മാറും എന്ന് പറഞ്ഞു. എന്നിട്ട് ശരി, ഓക്കെ, അത് ചെയ്യാമെന്ന് പറഞ്ഞു. ഫാമിലീസ് സപ്പോർട്ട് ചെയ്തു. നമുക്ക് അത് നോക്കാം എന്ന് പറഞ്ഞു. ഓപ്പറേഷൻ കഴിഞ്ഞു. അതിനുശേഷം കുറച്ച് ദിവസം റെസ്റ്റ് കഴിഞ്ഞിട്ട് വീണ്ടും എക്സാമിൻ ചെയ്യാൻ തിരിച്ച് ഡോക്ടറെ അടുത്ത് പോയപ്പോൾ അന്ന് ചെയ്യാനായിട്ട് ഞാൻ സമ്മതിച്ചില്ല. വീണ്ടും ബഹളം വയ്ക്കുക ചെയ്തത്. അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെയായാൽ ശരിയാവില്ല, അത് നമ്മൾ മാറ്റിയതല്ലേ, അപ്പോൾ ഇനി വേദനയൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് അവിടെ എത്തുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഞാൻ ഒച്ചപ്പാടാക്കുകയാണ് ചെയ്തത്. അപ്പോൾ എന്നാൽ പിന്നെ സൈക്കാട്രിസ്റ്റിനെ കാണിക്കാമെന്ന് പറഞ്ഞിട്ട് അവരെന്നെ സജസ്റ്റ് ചെയ്തു. ഒരു സൈക്കാട്രിസ്റ്റിനെ പോയി കണ്ടു. അവർ പ്രോബ്ലംസ് എല്ലാം ഞാൻ പറഞ്ഞു അവരോട്. പറഞ്ഞപ്പോൾ അവർ സ്ട്രെസ്സിനുള്ള ടാബ്ലറ്റ്സും അതുപോലെ തന്നെ ജെല്ലൊക്കെ തന്നിട്ട് സ്വയം എന്നോട് ചെയ്യാനാണ് പറഞ്ഞത്. എനിക്ക് സ്വയം ചെയ്യാനും പറ്റുന്നില്ല. ഞങ്ങൾ കുറേ നോക്കി, ഹസ്ബൻഡായാലും ഞങ്ങൾ നോക്കിയിട്ട് അത് ശരിയാവുന്നില്ല. ആൾ പിന്നെ കുറച്ച് ഗ്യാപ്പ് ഇട്ടു. ഇത് ചെയ്യുമ്പോൾ കൂടുതൽ വഷളാവുകയാണ് ചെയ്യുന്നത്, അപ്പോൾ നീ തന്നെ നോക്കി ചെയ്യും, നമുക്ക് എന്നിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആൾ നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതെങ്ങനെ ഇതായിട്ടും ശരിയാവുന്നില്ല. ഓക്കെ, മിസ്റ്റർ ജോർജ്, പറയൂ, എന്താണ് താങ്കളുടെ ഒരു എക്സ്പീരിയൻസ് ഈ 4 വർഷത്തിനിടയ്ക്ക്? ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 4 വർഷമായി. നമുക്ക് ഇവിടെ വരുന്നതിന് തൊട്ട് മുൻപേ വരെ നമുക്ക് ഇൻ്റർകോഴ്സ് ചെയ്യാനേ പറ്റിയിട്ടില്ല. അവൾക്ക് ഭയങ്കര പേടിയാണ്. ആദ്യമൊക്കെ അവൾ പേടി കുറച്ച് കുറയും, അതൊന്ന് ശരിയായി വരും എന്നുള്ളൊരു രീതിയിലായിരുന്നു ഞാൻ കണക്കാക്കിയിരുന്നത്. എന്നാൽ ഓരോ ദിവസം കഴിയുന്നതിന് ഈ പ്രശ്നം വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീട്ടുകാരോട് പറഞ്ഞു. അപ്പോൾ വീട്ടുകാരെല്ലാവരും കൂടിയിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗൈനക്കോളജിസ്റ്റിനെ സജസ്റ്റ് ചെയ്തു. ഞാൻ ഒരുമിച്ചിട്ട് തന്നെ പോയി. പക്ഷേ എന്നിട്ടും നമുക്ക് ഇൻ്റർകോഴ്സിലെ ആ ഒരു ഭാഗത്തേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് ഭയങ്കര പേടിയാണ്. വിടുന്നേ ഉണ്ടായിട്ടില്ല. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള മാക്സിമം കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു ഇവിടെ വരുന്നതിനേക്കാളും മുന്നത്. പിന്നെ ഈ ഒരു സമയത്തിലേക്ക് എത്തുമ്പോഴേക്ക് അവൾ നോ പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു തരത്തിലും പറ്റുന്നില്ല എന്നുള്ളതായതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു കാര്യം പിന്നെ ഞാൻ പറയാറോ അല്ലെങ്കിൽ ചെയ്യാറോ ഇല്ല. ഞാൻ പൂർണ്ണമായിട്ടും അതിൻ്റെ അകത്ത് നിന്ന് ഞാൻ വിട്ടു നിന്നു. ഇനി വേണ്ട, ഇനി ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ തന്നെ നിന്നു. അപ്പോൾ അതിന് ശേഷമാണ് വൈഫ് തന്നെയാണ് എനിക്ക് സാറിൻ്റെ യൂട്യൂബ് ചാനൽ സജസ്റ്റ് ചെയ്തത്. അതിൽ വൈഫിൻ്റെ സെയിം പ്രോബ്ലം ഉള്ള ഒരു വീഡിയോ നമ്മൾ കാണാനിടയായി. അത് എനിക്ക് ഓൾറെഡി പറഞ്ഞു തന്നു. ഞാനത് കേട്ടു. എന്നാൽ പിന്നെ ഇതും കൂടെ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം, ഈ ഒരു വേയും കൂടെ നമുക്ക് ഒന്ന് നോക്കാമെന്നുള്ള രീതിയിലാണ് ഇവിടെ വന്നത്. പക്ഷെ ഇവിടെ വരുന്നതിന് തൊട്ട് മുൻപേ വരെ 0% ആയിരുന്നു എൻ്റെ വിശ്വാസം. ഇത് ശരിയാവില്ല. കാരണം അത്ര സിവിയർ ആയിട്ടുള്ള ഒരു പ്രശ്നമായിരുന്നു ഇവൾക്ക്. എൻ്റെ ഫ്രണ്ട്സ് ആയാലും നമ്മൾ കല്യാണം കഴിച്ചിട്ട് ഉള്ള സമയത്ത് എല്ലാവരും അവരുടെ ഭാര്യമാർ പ്രഗ്നൻ്റ് ആവുന്നു.
അപ്പോൾ എനിക്ക് മാത്രം ഇത് സംഭവിക്കുന്നില്ല, ഇത് എൻ്റെ പ്രശ്നമാണോ, ഇത് ഞാൻ ചെയ്യുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ട് കൊണ്ടാണോ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇത് ആരോടാണ് ഇത് പറയേണ്ടതെന്നൊന്നും ഒരു നമുക്കൊരു വേ കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ കണ്ടത്. ഇവിടെ നമ്മൾ OP-യിൽ സാറിനെ നമ്മൾ കണ്ടു. അപ്പോൾ ആ കാണുന്ന സമയത്തും വീഡിയോയിൽ കണ്ട സാറേ ആയിരുന്നില്ല അവിടെ ഉണ്ടായത്. സാറ് ഭയങ്കര ഗൗരവത്തോടു കൂടി ഇരിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പോഴും എനിക്ക് തോന്നി, ഭഗവാനെ ഇനി ഇവിടെയും ഇനി അത് പറ്റൂലേ, ഇനി അത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂലേ എന്നുള്ളൊരു ഇതായിരുന്നു. അതിനുശേഷം രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഇവിടെ വന്നാൽ മതി, അതിനു മുൻപേ ഉള്ള കുറേ ചെക്കപ്പും കാര്യങ്ങളൊക്കെ നടത്തി. ഇപ്പോൾ ജൂലൈ 1 ആയിരുന്നു നമ്മളിവിടെ വന്നത്. ആ വരുന്ന സമയത്തും ഞാൻ ഉറപ്പിച്ചു പറയാം, ആ ഒരു സമയത്ത് എനിക്ക് ഒരു തരത്തിലും വിശ്വാസം ഉണ്ടായിരുന്നില്ല ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമെന്നുള്ളത്. പക്ഷേ നമ്മളിവിടെ വന്നു. ആ വന്നത്തെ ആദ്യത്തെ സെഷൻ സാറും സിമി മാഡവും നമുക്ക് തന്ന സെഷൻ, ആ ഒരൊറ്റ സെഷൻ തന്നെ നമ്മളെ ഭയങ്കര റിലീഫ് ഉണ്ടാക്കി. കാരണം നമ്മൾ ഇന്നത്തെ ദിവസം വരെ ദിവസം വരെ കണ്ട പ്രമോദ് സാറോ സിമി മാഡോ ആയിരുന്നില്ല. നമുക്ക് വേറെ തന്നെ നമുക്കൊരു ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു അനുഭവമായിരുന്നു സാറിൻ്റെ ആ ഒരു ഫസ്റ്റ് സെഷനിൽ തന്നെ നമുക്ക് ഉണ്ടായത്. കുറച്ചധികം എക്സസൈസുകളാണ് നമുക്ക് ആദ്യം തന്നെ പറഞ്ഞു തന്നത്. അപ്പോൾ ആ ഒരു എക്സസൈസ് ചെയ്യുമ്പോഴും എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു, ഈ ഒരു എക്സസൈസ് കൊണ്ട് ശരിയാവുമോ എന്നുള്ളൊരു ടെൻഷൻ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. എന്നാലും നമ്മൾ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാതെ സാറ് പറഞ്ഞിരുന്ന സെഷൻസൊക്കെ കൃത്യമായി അനുസരിച്ചു. കൃത്യം പറഞ്ഞാൽ 8ാമത്തെ ദിവസം തന്നെ നമുക്ക് പ്രോപ്പറായിട്ട് തന്നെ ഇൻ്റർകോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. അതാണ് നമ്മുടെ ലൈഫിൽ എന്താ പറയേണ്ടത്, 8ാമത്തെ ഇത്ര ദിവസം കൊണ്ട് തന്നെ ഇങ്ങനെ സംഭവിക്കും എന്നുള്ളത് ഒരു തരത്തിലും ഞാൻ പ്രതീക്ഷയിലുണ്ടായിരുന്നേ ഇല്ല. താങ്ക് യു സോ മച്ച് സർ. പറയൂ റോസ്മേരി. ഇവിടെ വരുന്നതിന് മുമ്പുള്ള അനുഭവങ്ങളാണ് റോസ്മേരി പങ്കുവച്ചത്. ഇവിടെ വരാനുണ്ടായ സാഹചര്യം എന്താണ്, എങ്ങനെയാണ് ഇവിടെ എത്തിച്ചേർന്നത്, ഇവിടെ വന്നതിന് ശേഷമുള്ള അനുഭവം എന്തായി, അതുകൂടി പങ്കുവയ്ക്കൂ. ഞാൻ പറഞ്ഞ പോലെ എൻ്റെ അമ്മയാണ് ഈ വീഡിയോ സജസ്റ്റ് ചെയ്തത്. ഞാനിത് ആ വീഡിയോ ഞാൻ കാണുമ്പോൾ ഞാൻ കരയായിരുന്നു. കാരണം എൻ്റെ അതേ അനുഭവമാണ് ആ ചേച്ചി ആ വീഡിയോയിൽ പറയുന്നത്. സെയിം അനുഭവമാണ്. അപ്പോൾ അവരത് മാറി എന്ന് പറയുമ്പോൾ എനിക്കൊരു വിശ്വാസം, ഇവിടെ പോയി കഴിഞ്ഞാൽ അത് ശരിയാവും എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് ഹസ്ബൻഡിനെ കാണിച്ചു, ഫാമിലി അമ്മനെ കാണിച്ചു, അവരൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഇവിടെ എത്തിയത്. ഒരുപാട് ചിന്തിച്ചു കൂട്ടിയിട്ടൊന്നുമില്ല. അവിടെ വന്നിട്ട് സെക്ഷൻ അവർ പറയുന്ന പോലെ ചെയ്ത് ഇതെങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് റെഡിയാക്കിയിട്ട് തന്നെ പോകണം എന്നുള്ളൊരു ഇതുകൊണ്ട് തന്നെയാണ് വന്നത്. ഇവിടെ വന്നതിന് ശേഷം കുറേ എക്സസൈസുകളെല്ലാം പറഞ്ഞു തന്നത്. അതെല്ലാം വളരെ കൃത്യമായിട്ട് തന്നെ ചെയ്തു. അതുകൊണ്ടാണ് കറക്റ്റ് 8ാമത്തെ ദിവസം തന്നെ ഞങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഇൻ്റർകോഴ്സ് ചെയ്യാനായിട്ട് പറ്റി. സത്യം പറഞ്ഞാൽ അത് ചെയ്തതിന് ശേഷം ഇത് ചെയ്തോ ഭയങ്കര എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം അത്രയും സിവിയർ കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ട് ഇത് നടക്കൂല എന്ന് പറഞ്ഞിട്ടാണ് വേറെ ഹോസ്പിറ്റലിൽ പോയിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ എത്തി അത് സംഭവിച്ചപ്പോൾ ഭയങ്കര ഒരു സന്തോഷമായി. അത് വിശ്വസിക്കാൻ തന്നെ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇവിടെ വന്നതിന് ശേഷം ഞാൻ വിചാരിച്ചത് കുറേ ടാബ്ലറ്റ്സും അതിൻ്റെ കുറച്ച് മരുന്നുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും എന്നായിരുന്നു എൻ്റെ ഒരു ധാരണ. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ഒരു ടാബ്ലറ്റ് പോലും നമുക്ക് കഴിക്കേണ്ടി വന്നില്ല. സാറും സിമി മാഡവും പറഞ്ഞു തരുന്ന ആ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു ജോലി മാത്രമേ നമുക്ക് ഉണ്ടായിട്ടുള്ളൂ. അതെങ്ങനെയാണ് ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആയെന്നുള്ളത് ഇപ്പോഴും നമുക്ക് വിശ്വസിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. കാരണം സാറ് പറഞ്ഞിരുന്നത് പോലെ തന്നെ ചെയ്തു. നമുക്ക് പ്രോപ്പറായിട്ട് തന്നെ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടില്ലാണ്ട് തന്നെ ഇൻ്റർകോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. ഇപ്പോൾ ഈ വീഡിയോ നമ്മൾ സജസ്റ്റ് ചെയ്ത വീഡിയോ കാണുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചതല്ല ഇവിടെ ഈ ഒരു കസേരയിൽ നമുക്ക് വന്നിരുന്ന് ഇതുപോലുള്ളൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളത്. കാരണം ഇപ്പം നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട് വില്ലിങ് ആയത് ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇതുപോലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ദമ്പതിമാർ ഉറപ്പായിട്ടും ഈ വീഡിയോ കണ്ടാൽ അവർക്കൊരു പ്രചോദനമാണ് ഇവിടത്തേക്ക് വരാൻ വേണ്ടിയിട്ട്. കാരണം ആ ഒരു വീഡിയോ കണ്ട സമയത്ത് നമ്മളും വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇതൊരു ഫേക്ക് ആയിരിക്കും എന്ന്. പക്ഷെ നമ്മുടെ സ്വന്തം ലൈഫിൽ അനുഭവത്തിൽ ഇത് വന്ന സമയത്ത്
നമുക്കിത് 100% അല്ല, അതിൽ കൂടുതലും നമുക്ക് വിശ്വാസമായി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനൊരു അസുഖത്തിന് പ്രോപ്പറായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട് എന്നുള്ളത്. അത് തന്നെ ഒരു സർജറി ഇല്ലാതെയും ഒരു 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 സിംഗിൾ ടാബ്ലറ്റ് പോലും ഇല്ലാതെയാണ് ഇത് റിക്കവർ ആയത്. കാരണം ഇങ്ങനൊരു അസുഖം ഉണ്ട് എന്ന് വീട്ടുകാരോടും കുടുംബക്കാരോടും നമ്മൾ അടുത്ത ആൾക്കാരോട് പറയുന്ന സമയത്ത് ഇങ്ങനൊരു അസുഖം ഉണ്ടോ എന്നാണ് കുടുംബക്കാർ ചോദിക്കുന്നത് നമ്മളോട്. കാരണം ഇങ്ങനൊരു അസുഖത്തിനെ പറ്റിയിട്ട് ആർക്കും അറിയില്ല. കാരണം നമ്മളെ കുടുംബത്തിൽ എനിക്ക് തോന്നുന്നത് നമ്മളാന്ന് തോന്നുന്നു ആദ്യത്തെ പേഷ്യൻ്റ് ഇങ്ങനെ ഉള്ളത്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഹോസ്പിറ്റലാണെന്ന് പോലും നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ഹോസ്പിറ്റലിൻ്റെ ഒരൊറ്റ അറ്റ്മോസ്ഫിയർ നമുക്ക് ഉണ്ടായിട്ടില്ല. ഹോസ്പിറ്റലിന് സാധാരണ നോർമലി ഉണ്ടാകുന്ന ഒരു ബഹളം അല്ലെങ്കിൽ അതിൻ്റെ ഒരു മണം ഒന്നുമില്ല. നമ്മളിവിടെ ഒരു 10 ദിവസത്തെ ഹണിമൂണിന് വന്നതുപോലെയാണ് നമുക്കുള്ളത്. ദിവസവും 2 തരത്തിലുള്ളൊരു സെക്ഷൻ നമ്മൾ അറ്റൻഡ് ചെയ്യുക എന്നല്ലാതെ ഒരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻസും നമുക്കില്ല. നമുക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുക. ഇപ്പോൾ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് അടുത്തുള്ള എല്ലാ സ്ഥലങ്ങളും നമ്മൾ കണ്ടു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അന്ന് പോകാൻ പറ്റാത്ത ഹണിമൂണ് നമ്മളിപ്പോഴാണ് നമ്മൾ ചെയ്തത്, നമ്മൾ ആസ്വദിച്ചത് ഇപ്പോഴാണ്. ഒരു ഹോസ്പിറ്റലിൽ വന്ന ആ ഒരു പ്രതീതിയല്ല നമുക്കുള്ളത്. നമ്മൾക്കൊരു ഭയങ്കര റിലീഫും മെൻ്റൽ സാറ്റിസ്ഫാക്ഷനും ഒക്കെയാണ് ഈ ഹോസ്പിറ്റലല്ല ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്ക് തന്നത്. രണ്ടുപേർക്കും വളരെ നന്ദി അനുഭവങ്ങൾ പങ്കുവച്ചതിന് മിസ്റ്റർ ജോർജിനും റോസ്മേരിക്കും യൂട്യൂബ് പ്രേക്ഷകരുടെ പേരിൽ ഞാൻ ആദ്യമേ നന്ദി പറയുന്നു. പലപ്പോഴും ഇത്തരം വീഡിയോകൾ ചെയ്യുമ്പോൾ പലരും അതിനടിയിൽ കമൻ്റ് ഇടാറുണ്ട്, ഇത് ഫേക്കാണ്, തട്ടിപ്പാണ്, ഇയാൾ നാടകക്കാരെ വെച്ച് അഭിനയിക്കുകയാണ്, ഇങ്ങനെയൊക്കെയുള്ള കമൻസ് പലപ്പോഴും കാണാറുണ്ട്. പക്ഷേ ഇത്തരം പ്രശ്നങ്ങൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ദുരന്തമാണ്. ജീവിതത്തിനെ തകർക്കുന്നതും പലപ്പോഴും അനവധി കേസുകളിൽ വിവാഹമോചനത്തിലേക്ക് നയിക്കുന്നതുമായ പ്രശ്നമാണ് അൺകൺസ്യൂമേറ്റഡ് മാരേജ് എന്ന് പറയുന്നത്. അൺകൺസ്യൂമേറ്റഡ് മാരേജ് എന്ന് പറഞ്ഞാൽ വിവാഹശേഷം ദമ്പതികൾക്ക് ശരിയായ രൂപത്തിലുള്ള ലൈംഗിക ബന്ധത്തിലേർപ്പെടാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളുണ്ടാവുന്നില്ല. നാട്ടുകാരും വീട്ടുകാരും എല്ലാം ചോദിക്കും, എന്താണ് കുട്ടികളൊന്നും ആയില്ലേ, നിങ്ങളെവിടെയെങ്കിലും ചികിത്സയ്ക്ക് പോകൂ. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളാണ്. പലപ്പോഴും ഇൻഫെർട്ടിലിറ്റി സെൻറ്റേഴ്സിലും ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്തുമൊക്കെ ചെല്ലുമ്പോൾ അവർക്കും ഒന്നും ചെയ്യാനില്ല. അവർക്ക് പരിശോധിക്കാൻ പോലും, ഈ കുട്ടി പറഞ്ഞതുപോലെ പരിശോധിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. അത്രയധികം ഭയമാണ്. ആ ഭയം വളരെ കൂടുതലായി കഴിയുമ്പോൾ യോനി സങ്കോചം അനുഭവപ്പെടുന്നു. വജൈനിസ്മസ് എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു. ഈ അവസ്ഥ വന്നു കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തേക്ക് തൊടാൻ പോലും അവരനുവദിക്കില്ല. പിന്നെയല്ലേ ഒരു ഇൻ്റർകോഴ്സിൻ്റെ കാര്യം. അപ്പോൾ ഒരു പെനട്രേറ്റീവ് സെക്സ് നടക്കാത്ത അവസ്ഥയാണ്. അങ്ങനെയുള്ള അവസ്ഥ രണ്ടുപേരും ചികിത്സയ്ക്ക് വില്ലിങ്ങാണ്. അവർക്കത് മാറ്റിയെടുക്കാനുള്ള ആഗ്രഹമുണ്ട്. കോപ്പറേറ്റ് ചെയ്യാനും വില്ലിങ്ങാണ്. നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ പാലിക്കാൻ തയ്യാറാണെങ്കിൽ 100% അവരെ ചികിത്സിച്ച് ഭേദപ്പെടുത്തിയെടുക്കാനായിട്ട് പറ്റും. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇവരുടെ ജീവിതം. ഇവിടെ മരുന്നുകളല്ല, കൃത്യമായ മനഃശാസ്ത്രത്തിൻ്റെ തത്വങ്ങളിൽ അടിസ്ഥാനപ്പെടുത്തിയ ഡീസെൻസിറ്റൈസേഷൻ ടെക്നിക്സാണ് അവിടെ യൂസ് ചെയ്യുന്നത്. കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയും ബിഹേവിയർ തെറാപ്പിയുടെ ടെക്നിക്സും ഒക്കെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇത്തരം തെറാപ്യൂട്ടിക് പ്രോസസ്സിലൂടെ, ഇതിന് ഇൻ ഷോർട്ട് സെക്സ് തെറാപ്പി എന്നാണ് പറയുക, ആ ഒരു പ്രക്രിയയിലൂടെ നമുക്കിങ്ങനെയുള്ള ദമ്പതികളെ പൂർണ്ണമായി ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ പറ്റും. പക്ഷേ അവർക്ക് രണ്ടുപേർക്കും ഇത് മാറ്റിയെടുക്കണമെന്നുള്ള നന്നായിട്ടുള്ള ആഗ്രഹവും അതിനുള്ള സന്മനസ്സും സഹകരിക്കാനുള്ള മനോഭാവവും ഉണ്ടെങ്കിൽ ഇത് പൂർത്തിയാക്കാൻ കഴിയും. ചികിത്സിച്ച് 100% ക്യൂറാക്കാൻ പറ്റുന്ന കണ്ടീഷനാണ്. അത് ഡൈവോഴ്സുകളിലേക്ക് നീങ്ങേണ്ടതല്ല. അനവധി കേസുകളിൽ 2 ഡൈവോഴ്സ് വരെ കഴിഞ്ഞ ആൾക്കാർ 3ാമത് കല്യാണം കഴിഞ്ഞിട്ട് ഇതേ പ്രശ്നവുമായിട്ട് എത്തിയിട്ടുണ്ട്. അവരെയൊക്കെ ചികിത്സിച്ച് ഭേദപ്പെടുത്താനും കഴിഞ്ഞിട്ടുണ്ട്. കൃത്യമായ ചിട്ടയായ ചികിത്സയിലൂടെ ഇത് മാറ്റാൻ പറ്റുന്ന ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് ഭയപ്പെടേണ്ട കാര്യമില്ല. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.